പടം നിങ്ങൾ പോയി കാണാൻ. എനിക്ക് അർജന്റ് ഹോസ്പിറ്റൽ കേസ് ലക്ഷ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞാൻ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഭാര്യ ആശുപത്രിയിലാണെന്നുള്ള കാര്യം പുള്ളിക്കാരൻ ഓർമ്മ വന്നത്. അത്രയും ആ ഒരു 3 മണിക്കൂർ സമയം അതിനകത്ത് കുത്തിയിരുന്ന സമയത്തൊന്നും ഭാര്യ ആശുപത്രിയിലാണെന്നോ ഭാര്യയുടെ കൂടെ ആശുപത്രിയിൽ പോകണമെന്നോ കൂട്ടിരിക്കണമെന്നോ ഒന്നും ബോധമില്ല. സിനിമ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ബോധോദയം ഉണ്ടായത്. ഒന്ന് നാല് ക്യാമറ കണ്ട സമയത്ത് അയ്യോ ഭാര്യ ആശുപത്രിയിലാണ്, നിൽക്കാൻ സമയമില്ലാന്ന്. എന്തൊരു കെയറിംഗ് ഉള്ള ഭർത്താവ്. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ചായിരിക്കും ഓ കോപ്പ് എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇനിയിപ്പം 3 മണിക്കൂർ ഇരുന്ന് കണ്ടിട്ട് എങ്ങനെയെങ്കിലും വേഗം പോകാം, വെറുതെ പൈസ തുലയ്ക്കണ്ടല്ലോ, അങ്ങനെയും കരുതാം. അല്ലെങ്കിൽ റിവ്യൂ പറയാൻ മടിച്ചിട്ട് പോയതായിരിക്കാം. അങ്ങനെ തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ്റെ വൈഫ് ആശുപത്രിയിലാണ് എന്നുള്ളതിന് റിസൾട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വയം ട്രോൾ ചെയ്ത് ആശുപത്രി ഭാര്യയ്ക്കൊപ്പം ആയിരുന്നു. ഇനി നമുക്ക് ആശുപത്രിയിൽ ഭാര്യയ്ക്കൊപ്പം ഇരുന്ന് അടിക്കുന്ന കുണയടി ഒന്ന് കേട്ടേക്കാം. അപ്പൊ എല്ലാവരും ഈ ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും. റിസൾട്ടൊക്കെ ആഘോഷിക്കും, ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. ആശുപത്രിയിൽ വന്ന് കാണണമെന്നുണ്ടായിരുന്നു ആശുപത്രിയിലേക്ക്. അപ്പൊ ആഘോഷിക്കേ. തോൽക്കുന്നൊക്കെ ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അത് സമ്മതിച്ചു തരാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും അഖിൽ ചേട്ടനുണ്ട്. വോട്ടെണ്ണാൻ തുടങ്ങിയ സമയം തൊട്ട് പുള്ളിക്കാരൻ ഫീൽഡിലേ ഇല്ല എന്നാണ് കേട്ടത്. ഇനിയിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ ആയിട്ട് വന്നോളൂ. ടൈം കൊടുക്കും. ഇനി നമുക്ക് ഇലക്ഷൻ വിശേഷങ്ങളിലോട്ട് കടന്നു ചെല്ലാം. ബഹിരാകാശത്ത് പോയവനെ വലിച്ച് താഴെ കിട്ട് വീണ്ടും തേച്ചൊട്ടിക്കുന്ന അതിഗംഭീരമായ പ്രതിഭാസങ്ങളാണ് സോഷ്യൽ മീഡിയക്കകത്ത് കാണുന്നത്. അഖിൽമാരാർ തോറ്റു കഴിഞ്ഞാൽ ഷഡ്ഡി എടുത്തിട്ട് ബീച്ചിലൂടെ ഓടുന്നൊക്കെ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനൊക്കെ ഇട്ട് ഇരുന്ന് നോക്കുന്നുണ്ട്. പോരാത്തതിന് മാരാർ തന്നെ സ്വയം ട്രോളാൻ വേണ്ടി വൈഫിന്റെ കൂടെ ഹോസ്പിറ്റലിൽ വെച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇലക്ഷൻ വിശേഷങ്ങളിലോട്ട് പോയാലോ? വാ. തൃക്കാക്കര എഴുതി വെച്ചു. അതാണ് ചോദ്യം. തൃക്കാക്കര കൺഫേം ആണോ? അത്ര ആത്മവിശ്വാസമാ? ഞാൻ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണോ ഇത്തവണത്തെ കപ്പ് എനിക്കാണെന്ന് ഞാൻ ദിനേശിനോട് പറഞ്ഞത്, അതേ വിളിക്കും കേട്ടോ. ഞാൻ വിളിക്കും 10 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം. അഖിലേട്ടാ ഇന്ന പോലെ എത്ര വോട്ടിന് ജയിക്കുന്നതാണ് ഓപ്പണായിട്ട് ഞാൻ പറയാം. 10 ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ പറയാം. അണ്ണന്റെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം റിസൾട്ട് വരുന്നതിന് മുമ്പേ ഇലക്ഷന് മത്സരിക്കുന്നതിന്റെ ആ ഒരു സമയത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാണ്, ഞാൻ ബിഗ് ബോസിലുള്ള സമയത്ത് ഞാൻ ജയിക്കുമെന്ന് ഉറപ്പിച്ച് ഞാൻ ജയിച്ചു. പക്ഷെ ഇതേമാതിരി തന്നെ ഇലക്ഷൻ ഞാൻ ജയിക്കും. ഇതിൽ നമ്മൾ ഹാഷ്മി ടീമും കൂടി ഇരുന്ന് നോക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. ഒറ്റ കാര്യോടെ ആകെ ഞാൻ ഉറപ്പ് ജയിക്കുന്ന ഒറ്റ സ്ഥാനത്ത് കേരളത്തിലുള്ളൂ. ആരാ? അഖിൽമാരാർ ജയിക്കുന്നു ഉറപ്പിച്ചു പറയുന്നത് ഒറ്റ സ്ഥാനാർത്ഥി ഉള്ളൂ. അതേ തന്നെ പറയുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാക്കി എല്ലാവർക്കും അറിയാൻ നോക്കുന്നു. പക്ഷെ അഖിൽമാരാർ പറയുന്നത് ഇറങ്ങിയിട്ടില്ല. വ്യത്യാസമുണ്ട്. മാത്രമല്ല PV ശ്രീനിജൻ വേണമെങ്കിൽ ഒരു 0 കൂടി ആകാമെന്ന് പറഞ്ഞു അതിന്റെ അവസാനം. പിന്നെ ശരത്ചന്ദ്ര പ്രസാദ് വോട്ടിന് താൻ ജയിക്കുമെന്ന് പറഞ്ഞു. ജയിക്കുമെന്ന് പറയുന്നു. അഖിൽമാരാർ ലക്ഷക്കണക്കിന് വോട്ടിൽ ജയിക്കുന്നു പറയുക. 8 മണിക്ക് വോട്ടെണ്ണം തുടങ്ങി 8:05 തോറ്റു. അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. എന്താണെങ്കിലും പ്രചരണത്തിന്റെ ഇടയ്ക്ക് മാരാര് വന്നു നിന്നിട്ട് അരുൺ എന്റെ വാർത്ത, ഞാൻ ജയിച്ചെന്ന വാർത്ത ചാനലിൽ വായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വെല്ലുവിളി ഒന്ന് കേട്ടേക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും പ്രതീക്ഷിച്ച പോലെ അരുൺ നമ്മുടെ അഖിൽമാരാരുടെ വിജയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് തലകുത്തനെയാണെന്നേ ഉള്ളൂ. താഴെ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ 1ാം സ്ഥാനം അഖിൽമാരാർക്കാണ് എന്ന് വിഷമിപ്പിക്കാതെ തന്നെ പുള്ളി എടുത്തു പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിലോട്ട് പോവാം. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽമാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,161. എവിടെ? തൃക്കാക്കരയിൽ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. ആഹാ, അന്തസ്. എനിക്ക് വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം അല്ലേ അഖിൽമാരാരെ? വലിയ ബുദ്ധിജീവിയൊക്കെ ചമയമായിരുന്നുവെങ്കിലും ഇലക്ഷനിലൊക്കെ പങ്കെടുത്തിട്ട് ഒരു ജനതയെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവൊന്നും തനിക്കില്ല. കൈപ്പുള്ള സത്യമാണ്, അങ്ങോട്ട് ഇറക്കിക്കൂടുക.
ഇനി നമുക്ക് അഖിൽമാരാരുടെ ഒരു തിരുവചനം അങ്ങോട്ട് കേട്ടേക്കാം. എന്തു പറയണു? അഖിലാനന്ദര സ്വാമികളുടെ വചനമാണ്. ഇന്നലെ പറഞ്ഞതൊന്നും ഇന്നില്ല, ഇന്ന് പറയുന്നതൊന്നും നാളെ ഇല്ല, നാളെ പറയാൻ പോകുന്നതൊന്നും മറ്റന്നാളും ഇല്ല. ഈ തിരുവഴുത്തിന്റെ അർത്ഥം നാം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്കാരന്റെ മറവിയുടെ അസുഖം അധികം ഉണ്ടേ. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് പെട്ടെന്ന് നാളെ മാറ്റി പറയും. അപാര കഴിവാണേ. എന്തായാലും ചക്കയും മാങ്ങയും തേങ്ങയെല്ലാം നിരത്തിലിറങ്ങി പൊട്ടിയിരിക്കുന്നു. അഖിൽമാരാർ, റോബിൻ രാധാകൃഷ്ണൻ, പിന്നെ ഈ ചക്ക എടുത്ത് തുള്ളുന്ന ഒരു പെണ്ണുങ്ങളുണ്ടായിരുന്നല്ലോ. മെയ് 4 ചക്കയുടെ മധുരം ആ പുള്ളിക്കാരിക്ക് അന്ന് കഴിച്ചപ്പോഴേ കിട്ടിയെന്നൊക്കെ പറഞ്ഞൊരു പുള്ളിക്കാരി, അതും അങ്ങനെ കുറച്ചെണ്ണം 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു. കേരളത്തിൽ താമര വിരിയാൻ സമയമായിട്ടില്ല എന്നാണ് ജനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പെത്തറ്റിക്, കളിയാക്കുകയല്ല, എന്നാലും അവരുടെ ആ ഒരു പ്രചരണ സമയത്ത് അവർ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങൾ ഒന്നും തന്നെ വേറൊരു പാർട്ടിയിലും മറ്റാരും ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല, കണ്ടിട്ടില്ല. പിന്നെയും കുറച്ചൊക്കെ പിഷാരടീൻ്റെതാണ് ഉണ്ടായിരുന്നത്. വയറിൽ ചിത്രമൊക്കെ വരച്ച് വെച്ച് പുലികളി മറ്റേതൊക്കെ ആയിട്ട്. എന്തിനാണ് ഇങ്ങനത്തെ പ്രഹസനങ്ങളൊക്കെ കൊണ്ട് പ്രചരണം നടത്തുന്നതെന്ന് ഇപ്പോഴും എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം വിജയിൻ്റെ പാർട്ടിനെ കുറിച്ചിട്ടാണ്. 2 കൊല്ലമായിട്ടേ ഉള്ളൂ പാർട്ടി തുടങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ആ ഒരു ജനശ്രദ്ധ കിട്ടാനും ആളുകളുടെ മനസ്സിൽ ഇടം നേടാനും വിജയ് എന്ന് പറയുന്ന ആക്ടർക്കല്ല, ആ ഒരു വ്യക്തിത്വത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അയാളുടെ എല്ലാ കാര്യങ്ങളും റീൽസും മറ്റും ന്യൂസും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. സ്വന്തം മക്കളെ പോലെയാണ് ആ ഒരു ജനതയെ പുള്ളിക്കാരൻ കൊണ്ട് നടക്കുന്നത്. സംസാരിക്കുന്നത്, നോട്ടം കൊണ്ട് ശകാരിക്കുന്നത്, കുട്ടികളെ വരെ കയ്യിൽ വാങ്ങുന്നത്. മറ്റുള്ളവരെല്ലാം ഒരു ഈ സ്റ്റാലിനൊക്കെ കുട്ടീനെയൊക്കെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുമാതിരി ഭണ്ഡാരത്ത് പൈസ ഇട്ട് കൊടുക്കുന്നവരൊക്കെയാണ് പൈസ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഏതെങ്കിലും പ്രായമായ സ്ത്രീകൾ വന്ന് തൊടാനോ കരയാനോ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തള്ളി മാറ്റുന്നത്. പക്ഷെ വിജയിൻ്റെ ക്യാരക്ടറൊക്കെ ആയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് വിജയ്ക്ക് ഉള്ളിടത്തോളം കാലം തമിഴ്നാട് രക്ഷപ്പെടും. നമുക്ക് അങ്ങനെയുള്ള ഒരു ആളൊക്കെയാണ് ഇവിടെയൊക്കെ കിട്ടേണ്ടത്. എന്താവുമെന്ന് അറിയത്തില്ല. കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാൽ എന്താണ് തൊഴിലില്ലാത്ത യുവാക്കൾക്ക് പൈസ വായ്പ കൊടുക്കാമെന്നോ ബിസിനസ്സൊക്കെ തുടങ്ങാൻ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നോ ഒക്കെ പറഞ്ഞായിരുന്നു. ഇനി മുതലൊന്നും KSRTC പൈസ കൊടുക്കാതെ കയറാമല്ലോ അല്ലേ?